ഇഞ്ചി നടുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല ഇനം വേണം. നല്ല ഇനം എന്ന് പറയുമ്പോൾ നമ്മുടെ കറി ഇഞ്ചിയുണ്ട്, ചുക്കിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചിയുണ്ട്. അപ്പം രണ്ടിനും പറ്റിയ ഒരു ഇനം എന്ന് പറയുന്ന ഈ വരത എന്ന് പറയുന്ന ഒരു ഇനമുണ്ട്. വരത രണ്ടിത് വരത ഇനം ആണ്. അതുകൂടാതെ പിന്നെ വയനാടിനുണ്ട് മാരൻ എന്ന് പറയുന്ന ഒരു ഇഞ്ചിയുണ്ട്. പിന്നെ കുറുപ്പംപടി എന്ന് പറയുന്ന ഇഞ്ചി, കുറുപ്പംപടി ചുക്കിന് കൂടെ കൊള്ളാവുന്നതാണ്. രണ്ടിന് ചോദിച്ചാണ് വരത. വരത, അശ്വതി, ആതിര എന്നൊക്കെ പറഞ്ഞ പുതിയ പുതിയ ഇനങ്ങളുണ്ട്. രണ്ടിനും ചോദിച്ചാണ് ഈ പറഞ്ഞ വരതയും അശ്വതിയും ആതിരയും പുതിയ ഇനമാണ്. സുഗന്ധകള വിള ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഇനങ്ങളാണതെല്ലാം. അപ്പം ഏറ്റവും നല്ല ഇനങ്ങൾ തന്നെ തിരഞ്ഞെടുത്ത് വേണം കൃഷി ചെയ്യാൻ. അപ്പം അതാണ് ഒന്നാമത്തെ കാര്യം, നല്ല ഇനം തിരഞ്ഞെടുക്കുക എന്നുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു നടീൽ മിശ്രിതം തയ്യാറാക്കണം. നടീൽ മിശ്രിതം എന്ന് പറഞ്ഞാൽ തുല്യ അളവിൽ നമ്മുടെ പറമ്പിലെ ഫലഭൂഷമായ മണ്ണും തണലിൽ ഉണങ്ങിപ്പൊടിച്ച ചാണകം അല്ലെങ്കിൽ കമ്പോസ്റ്റ് വളം, പിന്നെ വേണ്ടത് ഇതിനോടൊപ്പം തന്നെ മണ്ണ് ഉലർച്ചയുള്ളതാവാൻ വേണ്ടി മണൽ കിട്ടില്ല, അതിന് പകരമായിട്ട് നമ്മൾ ചകിരിച്ചോറ് ചേർക്കാം. ഇപ്പം ചകിരിച്ചോറ് ചേർക്കുമ്പോൾ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചകിരിച്ചോറിൻ്റെ ഒരു പ്രശ്നമുണ്ട്, അത് പുളിയുള്ളതാണ്. ആ പുളി കുറയ്ക്കാൻ വേണ്ടിയിട്ട് കാൽസ്യം നൈട്രേറ്റ് എന്ന് പറയുന്ന ഒരു പിന്നെ പൊടി വാങ്ങിക്കാൻ കിട്ടും. കാൽസ്യം നൈട്രേറ്റ് 1 ലിറ്റർ വെള്ളത്തിന് ഒരു 7 ഗ്രാം രൂപത്തിൽ, അതൊരു 7 ഗ്രാം തൂക്കിയിട്ടിട്ട് അതിലേക്ക് നമ്മൾ ചകിരിച്ചോറ് മുക്കി വെച്ച് 1 ലിറ്റർ വെള്ളത്തിന് 7 ഗ്രാം കാൽസ്യം നൈട്രേറ്റ് ഒരു ദിവസം വെച്ചിട്ട് പിഴിഞ്ഞരിച്ച് വാരിയിട്ട് ഒരിക്കൽ കൂടി ഒന്ന് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ പുളി അങ്ങ് പോകും. ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചകിരിച്ചോറിലെ പുളി കുറയ്ക്കുന്ന ഒരു മാർഗ്ഗമാണ്. അപ്പോൾ അത്തരത്തിലുള്ള വിശദമായ കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ വീഡിയോയിൽ പറയുന്നുണ്ട്. എല്ലാവരും അത് കാണണം. കണ്ടാൽ മാത്രമേ ഇഞ്ചി കൃഷി എങ്ങനെ വിജയകരമായിട്ട് ഗ്രോ ബാഗ് ചെയ്യാമെന്ന് മനസ്സിലാവത്തുള്ളൂ. അപ്പം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ കയറിയിട്ട് ഇഞ്ചി കൃഷിയെക്കുറിച്ചും അതുപോലെ ഗ്രോ ബാഗിൽ ഇഞ്ചി കൃഷി ചെയ്യുന്നതിനെക്കുറിച്ചും വിശദമായ വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കയറി കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.